മറ്റൊരാളെ വേദനിപ്പിച്ചാൽ ഒരിക്കലും നമ്മളെ മനസ്സിന് സമാധാനം തരൂല. അത് റബ്ബിന്റെ വാക്ക. ഇർഹമു മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാഇ. നിങ്ങൾ മറ്റൊരാളെ മനസ്സിനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ ഓർത്തയാൾ മനസ്സുകൊണ്ട് സങ്കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അറിഞ്ഞും അറിയാതെയും മനസ്സുകൊണ്ട് അവൻ നിങ്ങളെ പ്രാകുന്നൊരവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ, അതിനർത്ഥം നിങ്ങളെ വേദനിപ്പിക്കാൻ പടച്ച റബ്ബ് ഒരു തീരുമാനമെടുത്തു. നിങ്ങളെ സങ്കടപ്പെടുത്താൻ അള്ള ഒരു തീരുമാനം എടുത്തു അതിന്റെ അർത്ഥം. അല്ലാതെ മറ്റൊരുത്തനെ വേദനിപ്പിച്ച് നിങ്ങൾക്ക് ജയിക്കാൻ പറ്റിയെന്നല്ല. അത് ഏത് രംഗത്തൊക്കെ പെടുമെന്ന് ചോദിച്ചപ്പം സഹാബത്തിനോട് ഓർമ്മപ്പെടുത്തി. ബാധ്യതകളുടെ വിഷയത്തിൽ അത് പെടും. കടം വാങ്ങുക, കൊടുക്കാണ്ട് പറ്റിക്കുക, കടം തന്നോനെടങ്ങാറായിട്ട് നടക്കുക, അല്ലെങ്കിൽ കൂട്ടു ബിസിനസ്സിൽ ആളെ ചേർക്കുക, ലാഭമാണെന്ന് തോന്നുമ്പം കൂട്ടുകക്ഷിയെ ചതിക്കുക, നഷ്ടമാണെന്ന് തോന്നുമ്പം അവനാന്റത് മാത്രം എടുത്തിട്ട് കൂട്ടുകാരനെ ചതിക്കുക. ഇതിനേക്കാളേറെ ഒരാൾക്ക് അർഹതപ്പെട്ട ഹക്ക് അനന്തര സ്വത്തിൽ തടയുക, അല്ലാത്ത സ്വത്തിൽ തടയുക, ഇതൊക്കെ മനസ്സ് വേദനിപ്പിക്കുന്നതിൽ പെടും. അന്യായമായിട്ടും ചതി കാണിച്ചും, പണമാവട്ടെ മറ്റേതെങ്കിലും സൗഭാഗ്യങ്ങളാവട്ടെ, നിങ്ങൾ പിടിച്ചു വാങ്ങിയിട്ടുണ്ടെങ്കിൽ, മറ്റൊരാൾ അറിയാതെ തന്നെ നിങ്ങളത് നേടിയിട്ടുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾക്ക് പുറത്തിറങ്ങാനും മടിയായിരിക്കും, ഒരു കാലത്തും മനസ്സ് നന്നാവുകയില്ല. കാരണം ആശങ്കയായിരിക്കും, പേടിയായിരിക്കും, ഭയമായിരിക്കും, അതിനേക്കാളേറെ കുറ്റബോധങ്ങൾ ഉണ്ടാവും. കാണിക്കുന്ന പ്രകടനങ്ങളൊക്കെ അഭിനയങ്ങളുമായിരിക്കും. ആങ്ങളെന്നെ ചതിച്ചു, പക്ഷെ കാണുമൊക്കെ വലിയ ചിരിയും കളിയൊക്കെ തന്നെയായിരിക്കും, ഉള്ളിൽ കുറ്റബോധം ഉണ്ടാവും.